പെസകാപ്പം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ജീരകം അതൊന്ന് നന്നായിട്ട് അരയ്ക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ജീരകം അരച്ചത് ഇച്ചിരി നമുക്ക് ഇച്ചിരി പാലുണ്ടാക്കുമ്പോൾ അതിന് ചേർക്കാനായിട്ട് ഇച്ചിരി മാറ്റി വെച്ചേക്കാം. പാലുണ്ടാക്കാനല്ലേ? പിന്നെ അരയ്ക്കാൻ പോകണ്ടല്ലോ അതിന്റെ പുറകെ. പാലെന്ന് ഉദ്ദേശിക്കുന്ന പെസകാപ്പത്തിന്റെ കൂടെയുള്ള പാല്, യേശുവിന്റെ രക്തമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയുന്നത് കേട്ടോ. ക്രിസ്ത്യൻസ് എല്ലാവർക്കും എല്ലാം അറിയാം. അന്ത്യത്താഴത്തിന്റെ ഓർമ്മ ആചരിക്കുന്നതാണ് എല്ലാ ക്രിസ്ത്യൻസിന്റെ വീട്ടിൽ. പെസക അപ്പം ഉണ്ടാക്കി പാലും ഉണ്ടാക്കി നമ്മളത് അന്നത്തെ ഓർമ്മ ആചരിക്കുകയാണ്.